DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പുതിയതായി അധികാരത്തിൽ വന്ന UDF സർക്കാർ സംസ്ഥാനത്തെ ക്ഷേമ പെൻഷൻ വിതരണത്തിൽ ശക്തമായ ചില പരിഷ്കാരങ്ങൾ നടപ്പിലാക്കുവാൻ തുടങ്ങുന്നുവെന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ വരുന്നത്. പെൻഷൻ എല്ലാ മാസവും കൃത്യമായി നൽകുക, പെൻഷൻ തുകയിൽ വർധന നടപ്പിലാക്കുക, അതോടൊപ്പം അനർഹരെ പെൻഷൻ പട്ടികയിൽ നിന്നും ഉടനടി ഒഴിവാക്കുക തുടങ്ങിയ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. പുതിയ സർക്കാർ പെൻഷൻ വിതരണത്തിൽ കൃത്യത പാലിച്ചാണ് മുന്നോട്ടു പോകുന്നത്. എല്ലാ മാസവും 24-ാം തീയതി തന്നെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് ഇപ്പോൾ ആരംഭിക്കുന്നുണ്ട്. ജൂലൈ 24-ന് ആരംഭിച്ച ഈ മാസത്തെ ക്ഷേമ പെൻഷൻ വിതരണം സംസ്ഥാനത്ത് പുരോഗമിക്കുകയാണ്. കൃത്യമായി പെൻഷൻ നൽകുന്നതിനോടൊപ്പം പെൻഷൻ തുകയുടെ വർധനവിലേക്കും സർക്കാർ ഇപ്പോൾ കടന്നിരിക്കുകയാണ്. നിലവിൽ 1000 രൂപ വീതം നൽകിക്കൊണ്ടിരുന്ന ക്യാൻസർ, വൃക്ക, ക്ഷയരോഗികൾക്കുള്ള ധനസഹായം ഇപ്പോൾ 2000 രൂപയാക്കി ഉയർത്തി. ബജറ്റിലെ പ്രഖ്യാപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് തുക വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ആരോഗ്യ വകുപ്പിൽ നിന്നുള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ BPL വിഭാഗത്തിൽപ്പെട്ടവർക്ക് ചികിത്സാ കാലയളവിലാണ് ഈ ആനുകൂല്യം ലഭിക്കുക. നിലവിൽ 2000 രൂപ വീതം ക്ഷേമ പെൻഷൻ ലഭിക്കുന്നവർക്കും ഈ ആനുകൂല്യത്തിന് അർഹതയുണ്ട്. അങ്ങനെയുള്ളവർക്ക് ഇനി മുതൽ മാസം 4000 രൂപ വീതം 2 പെൻഷനിൽ നിന്നും ലഭിക്കും. അതേസമയം UDF സർക്കാരിന്റെ തിരഞ്ഞെടുപ്പ് വാഗ്ദാനമായ ക്ഷേമ പെൻഷൻ 3000 രൂപ വീതം നൽകുമെന്നതിലേക്ക് സർക്കാർ കടക്കുവാൻ ഒരുങ്ങുകയാണ്. പെൻഷൻ തുക നിലവിലെ 2000 രൂപയിൽ നിന്നും 3000 രൂപയാക്കുമ്പോൾ ഓരോ മാസവും വേണ്ടിവരുന്ന അധിക തുകയുടെ ഭാരം ഒഴിവാക്കുന്നതിനായി അനർഹമായി പെൻഷൻ പട്ടികയിൽ കടന്നുകൂടിയവരെ പൂർണ്ണമായി ഒഴിവാക്കുവാനാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ശ്രമം. നിലവിൽ വാർഷിക മസ്റ്ററിങ്ങിലൂടെ മരിച്ചുപോയവരും കേരളത്തിലെ സ്ഥിരതാമസമില്ലാത്തവരുമായ ഒട്ടേറെ പേർ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താകുന്നുണ്ടെങ്കിലും അതിൽ കൂടുതൽ പേർ പുതിയതായി അപേക്ഷ വെച്ച് പട്ടികയിൽ ഉൾപ്പെടുന്നുണ്ട്. അതിനാൽ കുടുംബ വാർഷിക വരുമാനം 1 ലക്ഷം രൂപയിൽ കൂടുതലുള്ളവർ, അതുപോലെ 1 ഏക്കറിൽ കൂടുതൽ ഭൂമിയുള്ളവർ, ആദായ നികുതി അടക്കുന്ന കുടുംബത്തിലുള്ളവർ, 1000 cc-ലധികം കപ്പാസിറ്റിയുള്ള 4 ചക്ര വാഹനമുള്ളവർ തുടങ്ങിയവരൊക്കെ പെൻഷൻ പട്ടികയിൽ നിന്നും പുറത്താക്കുവാനാണ് നടപടികൾ വരുന്നത്. പലരും വരുമാന പരിധി കുറച്ചു കാണിച്ചും വിദേശത്ത് ജോലിയുള്ളവരുടെ വിവരം മറച്ചുവെച്ചും ക്ഷേമ പെൻഷൻ വാങ്ങുന്നുണ്ട്. ഇത്തരത്തിലുള്ളവരെയൊക്കെ ഒഴിവാക്കുവാൻ പെൻഷൻ പട്ടിക സമഗ്രമായി പരിഷ്കരിക്കും. ജൂലൈ മാസം മുതൽ ആരംഭിച്ചിരിക്കുന്ന ഈ വർഷത്തെ ക്ഷേമ പെൻഷൻ വാർഷിക മസ്റ്ററിംഗ് സെപ്റ്റംബർ 30-ാം തീയതി വരെയാണ് അക്ഷയ സെന്ററുകൾ വഴി നടന്നുകൊണ്ടിരിക്കുന്നത്. സർക്കാർ നൽകിയിരിക്കുന്ന അവസാന തീയതിക്ക് ശേഷവും മസ്റ്ററിംഗ് പൂർത്തിയാക്കാത്തവരും പെൻഷൻ പട്ടികയിൽ നിന്നും താൽക്കാലികമായി പുറത്തുപോകും. നിലവിൽ 66.22 ലക്ഷം ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളാണുള്ളത്. സാമൂഹിക സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന 51.7 ലക്ഷം പേരും ക്ഷേമനിധി ബോർഡുകളിൽ നിന്ന് പെൻഷൻ ലഭിക്കുന്ന 14.35 ലക്ഷം പേരും ഉൾപ്പെടെയാണിത്. അർഹരായ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മാത്രം വർദ്ധിപ്പിച്ച 3000 രൂപയുടെ ക്ഷേമ പെൻഷൻ നൽകുകയാണെങ്കിൽ നിലവിൽ പെൻഷൻ നൽകുന്നതിന് വേണ്ടി വരുന്ന തുകയിൽ നിന്നും വലിയ വർധന വേണ്ടിവരില്ലെന്നാണ് സർക്കാരിന്റെ കണക്കുകൂട്ടൽ. ഒരു ഓണസമ്മാനം എന്ന നിലയിൽ അടുത്ത മാസം തന്നെ സർക്കാർ ക്ഷേമ പെൻഷൻ വർധന പ്രഖ്യാപിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അല്ലെങ്കിൽ പെൻഷൻ മസ്റ്ററിംഗ് അവസാനിപ്പിക്കുന്ന സെപ്റ്റംബർ 30-ന് ശേഷമായിരിക്കും സർക്കാർ പെൻഷൻ വർധന പ്രഖ്യാപിക്കുക എന്നാണ് കരുതുന്നത്. പെൻഷൻ വർധന അധികം വൈകില്ലെന്ന് മുഖ്യമന്ത്രി തന്നെ നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിനാൽ 3000 രൂപ പെൻഷന് വേണ്ടി അധികം കാത്തിരിക്കേണ്ട സാഹചര്യം ഉണ്ടാകില്ല. പെൻഷൻ വർധനവിൻ്റെയും അനർഹരെ പുറത്താക്കുന്നതിൻ്റെയും കാര്യത്തിൽ നിങ്ങൾക്കുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട എല്ലാ അറിയിപ്പുകളും അപ്ഡേറ്റുകളും കൃത്യമായി അറിയുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, പേജ് ഫോളോ ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം.